ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഭയങ്കര പൈസ, ഒറ്റയ്ക്കല്ലേ, വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ലല്ലോ. അന്നൊന്നും ആരും സഹായിക്കാനില്ല അല്ലേ? സഹായിക്കത്തില്ല. അന്നൊക്കെ എനിക്ക് കുറച്ച് മുസ്ലിം സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവർ സഹായിക്കുമായിരുന്നു. മറ്റേ ഞങ്ങളുടെ ഹിന്ദുസൊന്നും 1 രൂപ, ഞാൻ പറയും ഇതിൽ കൂടെ, 10ന്റെ സഹായം ചെയ്യത്തില്ല. അവരാണ് അവർ പിന്നെ മുസ്ലിംസ് എനിക്ക് ഒത്തിരി എൻ്റെ സെക്രിയ ബസാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ, ആലപ്പുഴയിൽ. അവിടെയുള്ള മുസ്ലിംസ് നേർച്ചപ്പെട്ടിയിലിരുന്ന പൈസ പോലും എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. മുസ്ലിം ഏരിയ ആണല്ലോ. അൽഹംദുലില്ലാ, സന്തോഷം ചേച്ചി. നിങ്ങളെങ്കിലും ഇതൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞല്ലോ. ഇവിടെ കുറെ ആളുകൾ പറയുന്നത് ഞങ്ങൾ ഇസ്ലാമേതര സമൂഹങ്ങളെ കണ്ടിടത്ത് വെച്ച് ഉപദ്രവിക്കാനും പതിയിരുന്ന് അവരെ ആക്രമിക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന മതമാണെന്നാണ് പറയുന്നത്. ബിക്കോസ് ഇസ്ലാം ടീച്ചേഴ്സ് ടു കിൽ കാഫിർ. അത് തന്നെയാണ് അതിന്റെ കാരണം. ഇസ്ലാം സ്ത്രീകളെ വിവേചനം നടത്തുന്നു. അത് ഇഷ്ടം പോലെ മുഹമ്മദ് നബി തന്നെ ചെയ്തിട്ടുള്ള കാര്യമല്ലേ. നമ്മൾ എന്നോട് റേപ്പിനുള്ള കോണ്ടാക്സിലേ ഞാൻ ചോദിച്ചത്. റേപ്പിനുള്ള എന്താണ് അറിയേണ്ടത്? ജിഹാദ് ചെയ്തതിന്റെയോ? നമ്മുടെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതരുണ്ടല്ലോ, ഈ ഖുറാനും ഹദീസും ഒക്കെ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. പാണക്കാട് തങ്ങൾ കുടുംബമോ, നമ്മുടെ ഇവിടുത്തെ സലഫികളോ, നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയണേ ആരെങ്കിലും ഈ പറയുന്ന ആരെങ്കിലും ദ്രോഹിച്ചായിട്ട് അറിയൂ? ദ്രോഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? അവർ അക്രമത്തിന് ഇറങ്ങണോ അതോ അതിന് കോപ്പ് കൂട്ടണോ? ഇല്ലാതാക്കുക ചെയ്ത ആരെങ്കിലും അറിയാവും? ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ മനതാരി വല്ലാത്ത സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഒരു ആലപ്പുഴക്കാരൻ കൂടി ആകുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. എന്റെ അടുത്ത പ്രദേശമാണ് ഈ സക്കരിയ ബസാർ എന്നുള്ളത്. അവിടെ എല്ലാ മതസ്ഥരും ഇഴചേർന്ന് ഒരു കുടുംബം പോലെ ജീവിക്കുന്ന, അങ്ങനെ പലയിടങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ മലപ്പുറം ജില്ലയിലൊക്കെ പോയാൽ, ഞാൻ അവിടെയൊക്കെ പഠിച്ച ആളാണ്, നമുക്ക് തന്നെ ഈ മുസ്ലിമേതര സമൂഹങ്ങൾ ഏതാന്ന് അറിയാതായി പോകും. അത്രയും മിങ്കിളാണ്, പരസ്പര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന മനുഷ്യരാണ്. ഏതായിരുന്നാലും ചേച്ചി ഇങ്ങനെ തുറന്നല്ലോ. പക്ഷെ ഇതൊന്നും ഒരു മുസ്ലിമിന്റെ അല്ലെങ്കിൽ ഒരു മുസ്ലിം സമൂഹത്തിന്റെ മാത്രം മികവായെന്ന് ഞാൻ പറയൂല. ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ ക്ഷേത്ര കമ്മിറ്റി പണം സ്വരൂപിച്ചുകൊണ്ട് ഒരു മുസ്ലിം പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുത്ത സംഭവം എനിക്കറിയാം. അപ്പൊ എല്ലാ സമൂഹവും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയൊക്കെ തന്നെയല്ലേ ഇവിടെ ജീവിക്കുന്നത്. ആരും സ്വയം പര്യാപ്തരല്ലോ. ആരാണ് ഇവിടെ സ്വയം പര്യാപ്തര്? ഒരു ഹിന്ദുവിനും ഒരു മുസ്ലിമിനും ഒരു ക്രിസ്ത്യാനിക്കൊന്നും ഒരിക്കലും സ്വന്തമായിട്ട് അവൻ സ്വയം പര്യാപ്തനായിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പൂരകങ്ങളും ആശ്രിതരുമാണ് നമ്മൾ. അത് ഇവിടെ പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു. ഞങ്ങൾക്കറിയാലോ, മുസ്ലിം സമുദായത്തിന് എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ആഴ്ചയിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച പ്രാർത്ഥന. ഈ പ്രാർത്ഥനക്ക് ഈ പള്ളിയിലെ മൈക്കിലൂടെ വിളിച്ചു പറയുന്നത് എന്താണെന്നാ പറയുന്നത്? അല്ലാഹു വലിയവനാണ്, അവൻ മാത്രമാണ് ആരാധ്യൻ എന്ന് വിളിച്ചു പറയുന്നത്. ആ മൈക്കിലൂടെ തന്നെ ഇന്നലെ എന്റെ പ്രഭാഷണം കഴിയുമ്പോൾ ഞാൻ വിളിച്ചു പറയും. ഞാനെന്നല്ല, പല ആളുകളും പല സ്ഥലത്തും പല പള്ളികളിലും നിങ്ങൾ ആ ശബ്ദം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. സഹോദര സമുദായത്തിൽപ്പെട്ട 3 ആളുകളുണ്ട്. 2 പേര് കിഡ്നി പേഷ്യൻസുകളാണ്. അവർ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി അവർക്ക് പണമില്ല, അതുകൊണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞു. ഒരാൾ ക്യാൻസർ പേഷ്യന്റുമാണ്. ഇങ്ങനെ എത്ര ആളുകളെ ദിനംപ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഈ മുസ്ലിമിനെ, അവിശ്വാസിനെ കാണുമ്പോൾ പതിയിരിക്കാനും കണ്ടിടത്ത് വെച്ച് ആക്രമിക്കാനും ഒക്കെ ഖുർആൻ പറഞ്ഞെങ്കിൽ ഇനി അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല. ഇതൊരു മതേതര രാജ്യമാണ്, ഇവിടെ മൂടി ഭരിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ചെയ്യാൻ കഴിയില്ലെങ്കിൽ, അങ്ങനെ വെറുപ്പ് കൽബിലുണ്ട് എങ്കിൽ, ഹൃദയത്തിൽ അങ്ങനെ വെറുപ്പുണ്ട് എങ്കിൽ, ഏറ്റവും കുറഞ്ഞത് സഹായമെങ്കിൽ നിഷേധിക്കല്ലേ വേണ്ടത്? എങ്ങനെയാണ് ഈ മനുഷ്യരെയൊക്കെ സഹായിക്കാൻ കഴിയുന്നത്? നിങ്ങൾ ഈ ഏതെങ്കിലും നിങ്ങളുടെ അടുത്ത പ്രദേശത്ത് പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയുടെ മൈക്കിലൂടെ പുറത്തേക്ക് വരുന്ന ശബ്ദം നിങ്ങളൊന്ന് കേട്ടു നോക്കി. ദാനധർമ്മത്തെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് മുസ്ലിമേതര കമ്മ്യൂണിറ്റികൾ ഈ മുസ്ലിം പള്ളികളിലേക്ക്, അതിന്റെ കവാടങ്ങളിലേക്ക് അവർ വലിയ പ്രതീക്ഷയോടുകൂടി വരുന്നത്? ഈ ദാനധർമ്മത്തെ അത്രയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മതം നോക്കാതെ, ജാതി നോക്കാതെ ഈ പള്ളിയുടെ മൈക്കിലൂടെ പറയുന്നത് എന്താണ്? നിങ്ങൾ ദാനം കൊടുക്കൂ, അത് നിങ്ങളുടെ ആപത്തിനെ തടയും. മറ്റുള്ളവരുടെ മനസ്സിന് സന്തോഷം നൽകലാണ് ഏറ്റവും വലിയ സൽക്കർമ്മം. നിങ്ങൾ ദാനശീലരാകൂ, നിങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടിയായി നിങ്ങളിലേക്ക് മടങ്ങി വരും. ഇത് കേൾക്കുന്ന ഏത് മനുഷ്യനാണ് ദാനം ചെയ്യാതിരിക്കാൻ തോന്നുക? അപ്പം ഈ പള്ളികളിൽ തീവ്രവാദവും ഭീകരവാദമാണെന്ന് നിങ്ങളിങ്ങനെ 40 വട്ടം പലരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നേ, ചിന്തിക്കുന്നവരുണ്ടെന്നേ. നോക്കൂ, നിങ്ങൾ ഒരു ദിവസം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ലക്ഷക്കണക്കിനുള്ള പടക്കങ്ങൾ ആകാശത്ത് പൊട്ടിവിരിയുകയും അത് കണ്ട് ജനം ഇങ്ങനെ ആഹ്ലാദിക്കുകയും ചെയ്യുന്ന എത്ര പരിപാടികൾ നമ്മുടെ നാട്ടുകളിൽ നടക്കുന്നു, എത്ര ഇവന്റുകൾ. അതിന്റെയൊക്കെ കവാടങ്ങളിൽ സഹായരും നിരാലംബരുമായ മനുഷ്യര് ആ പൊട്ടിക്കുന്നതിന്റെ 10-1 കിട്ടുമോ എന്ന പ്രതീക്ഷയിൽ മനുഷ്യരിങ്ങനെ നിൽക്കുന്നുണ്ടോ? മനുഷ്യർക്ക് യാതൊരുവിധ ഫലവുമില്ലാത്ത അത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ അതേ സ്ഥലങ്ങളിൽ തന്നെ എത്ര മനുഷ്യർ ഒരു നേരത്തെ മരുന്നിന് പോലും വകയില്ലാതെ ജീവിക്കുമ്പോൾ അതിനേക്കാൾ മഹത്തരമാണ് മറ്റേതൊന്നും വിചാരിച്ച് നടക്കുന്ന മനുഷ്യന്മാർക്കിടയിലാണ്
നമ്മുടെ ഈ വാക്ക് പ്രസക്തമാകുന്നു. ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോയി നമ്മുടെ ഈ നാട്ടിലുള്ള എത്രയോ മനുഷ്യർ അറബികൾക്കിടയിൽ അവർ ജോലി ചെയ്യുന്നു. അവരുടെ വീട്ടിൽ തന്നെ സർവന്റായി എത്ര ആളുകൾ നിൽക്കുന്നു. എത്ര സന്തോഷകരമായി അവർ ആ ശമ്പളം വാങ്ങുന്നു, ഇവിടെ വന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നു. സത്യത്തിൽ അവർക്കൊന്നും ഇത് പറയാനും വർഗീയത പറയാൻ നേരെയില്ലാത്ത പറഞ്ഞാലേ എല്ലാ മനുഷ്യരും അവരുടെ ജീവിതം എങ്ങനെ കരുപിടിപ്പിക്കാൻ വേണ്ടി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിന്റെ അധ്വാനത്തിനിടയിൽ അവർക്കിന്നും പറയാൻ സമയമില്ല. സത്യത്തിൽ ഒരു പണിയില്ലാതെ നടക്കുന്ന കുറെ വൃത്തികെട്ടവന്മാരാണ് ഇതിന്റെ പിന്നാലെയൊക്കെ നടക്കുന്നത്. എന്തായാലും സഹോദരി ഇങ്ങനെ തുറന്നു പറഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. ഇനിയും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ പോകേണ്ടത്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സ്നേഹിച്ചും ഒക്കെ തന്നെ പോകേണ്ടത്. ഏതായിരുന്നാലും വലിയ സന്തോഷം. ദൈവം നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.